പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ പ്രതിഷേധം കടുത്ത സാഹചര്യത്തിൽ ചിത്രത്തിൽ മാറ്റം വരുത്താൻ ധാരണ. ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ധാരണയായിട്ടുള്ളത്. വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം. സെൻസറിംഗ് അല്ല, മോഡിഫിക്കേഷനാണ് എന്നും അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിനിമയ്ക്കെതിരെ പ്രതിഷേധം കടുത്തതോടുകൂടിയാണ് അധികൃതർ സമ്മർദ്ദത്തിലായത്. നിർമ്മാതാക്കൾ തന്നെയാണ് സിനിമയിൽ മാറ്റം ആവശ്യപ്പെട്ടത് എന്നാണ് സൂചനകൾ. തിങ്കളാഴ്ചയോടുകൂടി മാറ്റം പൂർത്തിയാക്കും. അതുവരെ നിലവിലെ സിനിമയായിരിക്കും പ്രദർശിപ്പിക്കുക. ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനമായിട്ടുള്ളത്. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറും. എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ലെന്നും മോഡിഫിക്കേഷൻ ആണ് എന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. RSS മുഖപത്രം ഓർഗനൈസറും നേതാക്കളടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം കടുത്ത പശ്ചാത്തലത്തിൽ മറ്റു വഴികളില്ലാതായതോടുകൂടിയാണ് നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. വ്യാഴാഴ്ചയാണ് എമ്പുരാൻ തിയേറ്ററുകളിലെത്തിയത്. പ്രേക്ഷകരുടെ വലിയ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ചിത്രം പുറത്തിറങ്ങിയതിന് പുറകെ വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ എമ്പുരാനെതിരെ ബഹിഷ്കരണാഹ്വാനമായി മാറുകയായിരുന്നു. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വരെ ചിലർ ക്യാൻസൽ ചെയ്തു. ചിത്രത്തിനെതിരായ വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ പക്ഷേ BJP തയ്യാറായില്ല. സിനിമയെ സിനിമയായി കാണണം എന്നതായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും ഇതേ അഭിപ്രായമാണ് പങ്കുവച്ചത്.